ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രീജസ് വ്ലോഗിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ നോട്ടിഫിക്കേഷൻ ഇതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. ഞാനിവിടെ നല്ല അടിപൊളി ഉണ്ടായിരുന്നേ. ഒരു കിലോയാണ് അപ്പം ഇതിൻ്റെ നാരൊക്കെ നന്നായിട്ട് എടുത്തിരിക്കുന്ന ഇത് ഞാൻ മസാല ഫ്രൈ ആക്കുന്നത്. അപ്പം അത് എന്തൊക്കെ ഇതിലേക്ക് മസാല. അപ്പോൾ മസാലയ്ക്ക് ഇവിടെ എടുത്തിരിക്കും നമ്മുടെ നാരങ്ങ എടുത്തിട്ടുണ്ട്, മസാല എടുത്തിരിക്കുന്നു എടുത്തിട്ടുണ്ട്, പിന്നെ 2 ഇഞ്ചി എടുത്തു, പിന്നെ ആവശ്യം, പിന്നെ ഒരു ചുമന്ന 4-5 എടുത്തിട്ട് വേണ്ട ഒരു ഇത് അല്ലെങ്കിൽ നമുക്ക് മല്ലിയില എടുക്കാം. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇത് ആഫ്രിക്കൻ മല്ലി എന്നാണ് ഞങ്ങളുടെ കോട്ടയത്തൊക്കെ പറയുന്നത്. നിങ്ങളുടെ സ്ഥലത്ത് എന്താണെന്ന് വെച്ചാൽ അത് എനിക്കിന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. എനിക്ക് മല്ലിയിലേക്കാളും കൂടുതൽ ഒരു വേറൊരു നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവറാണ് ഇഷ്ടം, നിങ്ങൾക്ക് മല്ലിയില യൂസ് ചെയ്യാം. എനിക്ക് ഇതിൻ്റെ ആ ഒരു ഫ്ലേവറാണ് ഭയങ്കര. അപ്പം ഞാൻ ഇതാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഇത്രയും ഇട്ടുണ്ട്. ഇത് വൃത്തിയായിട്ട് നമുക്ക് എല്ലാം, അതായത് ആഫ്രിക്കൻ മല്ലിയും ഈ മുളകും, പിന്നെ ഈ മുളക് ഇത്രയും വേണമെന്നില്ല, നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് മാത്രം എടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ കൊച്ചുള്ളി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഫൈൻ എടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇടുക കേട്ടോ. നമ്മുടെ കൊച്ചുള്ളി, പിന്നെ വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ഇഞ്ചി, പിന്നെ പച്ചമുളക്, നമ്മുടെ ഞാനിവിടെ ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുന്നുണ്ട്. ഉപ്പ് പിന്നെ നമുക്ക് ഇത് വേവിക്കാൻ നേരം കുറച്ചും കൂടെ ഉപ്പ്, ആ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ഇടണം കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് മാത്രമേ ഞാനിതിലേക്ക് ഇടുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മതി കേട്ടോ. ഇനി ഇത്രയും നാരങ്ങ എടുത്തിട്ടുള്ളൂ ഞാൻ, അതൊന്നൊന്ന് പിഴിഞ്ഞ് വയ്ക്കാം. പിന്നെ ഇത് അരയാൻ മാത്രം, അതായത് ഒന്ന് പേസ്റ്റ് ആവാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് അരച്ച് നല്ലൊരു പേസ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇത്രയും ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് നല്ലതായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പം എന്താ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. അപ്പം ഇനി ഇത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തൂത്തുവാരി എടുത്ത് നമ്മൾ ഒരു ചട്ടിയിലേക്ക് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത്, നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ഈ കൊഞ്ചിൽ നിന്ന് നമുക്ക് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നെകക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അടുപ്പത്തൊരു ചട്ടി ഞാൻ കഴുകി വൃത്തിയാക്കി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ആ പച്ച മസാല ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ നമ്മുടെ പച്ച മസാല ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അരപ്പും കൂടെ നന്നായിട്ട് കഴുകി ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുണ്ട്, എത്ര ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഉപ്പ് ലേശം കുറവാണ്, നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ലേശം ഒരു ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണേ. ഇനി നമുക്ക് നമ്മുടെ കൊഞ്ചും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കൊഞ്ചിന് അധികം വേവൊന്നുമില്ല കേട്ടോ. അപ്പം ഇത് ഒരു മീഡിയം, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫുൾ തീയിൽ വെക്കണം. അത് കഴിഞ്ഞ് നമ്മളൊരു മീഡിയം ആയിട്ടുള്ള ഇതിൽ വെക്കണം കേട്ടോ. ഇപ്പം എല്ലാം നേരത്തെ വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാമേ. നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ കൂട്ടി നന്നായിട്ടൊന്ന് എടുക്കാം. അങ്ങ് പെരണ്ട് വരണം. ഇതിലൊക്കെ അങ്ങ് മസാലയൊക്കെ അങ്ങ് പിടിച്ച് നന്നായിട്ട് പെരണ്ട് വരണേ. ഇപ്പം എന്താ നമ്മുടെ ഇത് നന്നായിട്ട് മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ച് നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അങ്ങ് പെരണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുപ്പിലേക്ക് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയിലല്ല ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്നത്. ഞാൻ ഫ്രൈ ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഓക്കെ, അപ്പോൾ സൺഫ്ലവർ ഓയിലിൽ വെക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഇതിൻ്റെ വരുന്നത്. വെളിച്ചെണ്ണയിലാകുമ്പോൾ ആ ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു ചുവ ടേസ്റ്റ് ഇതിന് നല്ലതല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു. ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് വെക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് വറക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് ചൂടാവട്ടെ. നന്നായിട്ട് ചൂടായ ശേഷം നമ്മുടെ ഈ നല്ലതായിട്ട് വേവിച്ച് വെച്ച ഈ കൊഞ്ചുണ്ടല്ലോ, അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ മീനുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, തിരിച്ചു മറിച്ച് ഇട്ട് കേട്ടോ. ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇത് ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാനിതിപ്പം കുറേശ്ശെയായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ മറിച്ച് വെക്കുന്നുണ്ട്. നല്ല മണം കേട്ടോ ഇതിന്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് കേട്ടോ. ആരെങ്കിലും ഗസ്റ്റോ ആരെങ്കിലും വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഒരു സ്പെഷ്യലായിട്ട് ഒരു വെറൈറ്റി ഇതായിട്ട് നമുക്കിതൊന്ന് വറുത്ത് കൊടുക്കാം. ആർക്കും ഇഷ്ടം തോന്നുന്ന ഒരു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. നല്ലതാണ്. നമ്മളിത് ഉണ്ടാകും, പക്ഷേ ആ നാര് കളഞ്ഞിട്ട് തന്നെ വേണം നമ്മൾ ഇത് ക്ലീൻ ചെയ്യുമ്പോഴേ ഇതിൻ്റെ നാര് കളഞ്ഞിട്ട് തന്നെ വേണം. ചിലവർക്ക് വയറിന് പിടിക്കില്ല. അപ്പം നമ്മൾ നന്നായിട്ട് അതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാവും. പ്രോൺസ് എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ പ്രോൺസ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് ഫ്രൈ ആണ്. കണ്ടാൽ തന്നെ നമുക്കിത് കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ഫ്രൈ ആണ്. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ.